ഹലോ, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അലൈനിലേക്കാണ്. അബുദാബിയിൽ നിന്ന് അലൈനിലേക്ക് പോകുന്ന വഴി കണ്ടവർക്കാരും നമ്മൾ ഏകദേശം എങ്ങോട്ടാണ് പോകുന്നതൊക്കെ. നമ്മൾ പോകുന്നത് ജബൽ ഹഫീദിലേക്കാണ് പോകുന്നത്. നമ്മുടെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ് നമ്മുടെ ഈ ജബൽ ഹഫീദ് പറയുന്നത്. അതിൻ്റെ ഭംഗി നമ്മൾ എന്താണെന്ന് നമുക്ക് നേരിട്ട് കാണാം കേട്ടോ. നമ്മൾ പോകുന്ന രണ്ട് ഭാഗത്തും കാണാം നല്ല ഭംഗിയുള്ള പടുകൂറ്റൻ മലകൾ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ സംഭവം. അതിന് നടുവിലൂടെ ആയിട്ട് റോഡ്. ശരിക്കും ഇവിടെ കൂടുതൽ ഭംഗി രാത്രി വരുമ്പോഴാട്ടോ, കാരണം വലിയൊരു മൗണ്ടൈനാണ് കേട്ടോ. അതിലേക്ക് പോകാനായിട്ട് നടുവിലൂടെ പാമ്പിൻ്റെ പോലെ വളഞ്ഞ് കൊണ്ട് ഒരു റോഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് വലിയ റോഡാട്ടോ, ചെറിയ റോഡൊന്നുമില്ല. റോഡിൻ്റെ ഈ രണ്ട് ഭാഗങ്ങളിലായിട്ട് ഇതേപോലെ കെട്ടിയ വെച്ചിട്ടുണ്ട്, നമ്മൾ മതിൽ പോലെ വെച്ചിട്ടുണ്ട്. പിന്നെ ആദ്യം മുതൽ അവസാനം വരെയും അതിൻ്റെ അവസാനം മുഴുവൻ എല്ലായിടത്തും ലൈറ്റുകളാണ്. അപ്പോൾ രാത്രിയിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ആ ലൈറ്റ് മാത്രം പ്രത്യേകം ഇങ്ങനെ പാമ്പിൻ്റെ ഷേപ്പിൽ കാണും. ബാക്കി ഭാഗം ഇരുട്ടത്ത് ഈ ഒരു ലൈറ്റ് കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. രാത്രി വരാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. നമ്മൾ രാത്രി പോകാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായത് കൊണ്ടാണ് നമ്മൾ ഒരു വൈകുന്നേരം സമയമാണ്, ഏകദേശം 5:30-6 മണിയൊക്കെ ആയിട്ട് നമ്മൾ പോകുമ്പോൾ. നമ്മൾ പോകുന്ന സമയത്ത് തന്നെ ഏകദേശം മഴ പെയ്യുന്ന പോലെ ഉണ്ടായിരുന്നു കേട്ടോ. തിരിച്ചു വരുമ്പോൾ മഴ നന്നായി പെയ്തിരുന്നു. നമുക്ക് അബുദാബിയിലേക്ക് എത്തണം, അപ്പോൾ കുറച്ചധികം ഡ്രൈവ് ചെയ്യണം. അപ്പോൾ നമുക്ക് രാത്രി വന്നിട്ട് പിന്നെ തിരിച്ചു പോകുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. പിന്നെ നമുക്ക് ഇവിടെ വന്നിട്ട് സ്റ്റേ ചെയ്യുന്നവർക്ക് ഇവിടെ നിൽക്കാം കേട്ടോ. പിന്നെ ഇവിടെ വന്നിട്ട് രാത്രി ഒന്ന് താമസിക്കുന്നവരുണ്ട്. താമസിച്ചിട്ട് ടെൻ്റൊക്കെ കൊടുത്ത് താമസിച്ച് അവരുടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി രാവിലെ പോകുന്നവരൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ നമ്മുടെ കാലാവസ്ഥക്കനുസരിച്ച് വന്ന് താമസിക്കുന്നവരുണ്ട്. ഈ സമയത്താണ് പോകാൻ പറ്റില്ല, കാരണം അത്യാവശ്യം മഴയ്ക്കാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ വീഡിയോ ഞാൻ എടുത്തിട്ട് ഏകദേശം 1.5 മാസത്തോളമായി. ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഞാൻ നോമ്പിൻ്റെ ആ ടൈമൊക്കെ, നോമ്പ് കഴിഞ്ഞ ടൈമിലൊക്കെയാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. നമ്മൾ അവിടുന്ന് നാട്ടിലെത്തിയ ശേഷമാണ് കേട്ടോ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല, അത്യാവശ്യം ചൂടൊക്കെ ആയിട്ടുണ്ട്. ഈ സമയത്തൊക്കെ പോയി നിൽക്കാൻ നന്നായിരിക്കും പോകുന്നവർക്ക്. അതെവിടെയെന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല, പക്ഷെ അവിടെ പോകുന്നവരുണ്ട് എന്ന് മാത്രം. പിന്നെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല റോഡ്, നല്ല കാലാവസ്ഥ. കാരണം നമ്മൾ വൈകുന്നേരമാണ് പോകുന്നത്. ഒരുപാട് പേര് വരുന്നത്. രണ്ട് ഭാഗങ്ങളിലായിട്ട് പല ഷേപ്പിലുള്ള മലകളാണ്. നമ്മൾ മൂന്നാറിലൊക്കെ പോകുമ്പോൾ രണ്ട് ഭാഗത്ത് കാപ്പിത്തോട്ടങ്ങൾ പച്ചപ്പായിരിക്കും കാണുക. ഈ രണ്ട് ഭാഗത്ത് മലകളുടെ ഇടയിലൂടെ വെട്ടിയുണ്ടാക്കിയൊരു റോഡാണല്ലോ. അപ്പോൾ നമ്മൾ ആ വഴി പോകുന്നു. ഒരുപാട് പേര് തിരിച്ചു വരുന്നവരുണ്ട്. ഒരുപാട് പേര് അവിടെ തിരിച്ചു വരുന്നേക്കാൾ കൂടുതൽ അങ്ങോട്ട് പോകുന്നവരാണ് കേട്ടോ. കാരണം വൈകുന്നേരം സൺസെറ്റ് കാണാനായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെ മുകളിലേക്ക് പോകാനായിട്ട്. പിന്നെ അല്ലെങ്കിൽ സൂപ്പർ ഏരിയ ആണ് കേട്ടോ കാണാനായിട്ട്. എവിടെ നോക്കിയാൽ നല്ല ഭംഗിയാണ്. പിന്നെ ഇതിന് താഴെയായിട്ട് ഒരു സൂ ഉണ്ട്, നമ്മൾ അവിടെ പോയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അത് നല്ല ഭംഗിയുള്ളൊരു സൂ ആണ്, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. നമ്മൾ കൊടുക്കുന്ന പൈസക്ക് ഉള്ള സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട് കാണാനായിട്ട്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിയിൽ ഒരു ബിൽഡിങ് കണ്ടു. സംഭവം ഒന്നും എനിക്കറിയില്ല, പക്ഷെ അവിടെ ക്യാമറ അലൗഡ് അല്ലാന്ന് കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ആ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമുക്കിത് താഴെ നോക്കുന്ന സമയത്ത് കുറേ മണൽക്കൂനകൾ ഇങ്ങനെ കൂട്ടിയിട്ട് തോന്നും, പക്ഷേ അത് മണൽക്കൂനല്ല. ഇത് ശരിക്കും ഒരു സെഡിമെൻറ്റ് റോക്സ് ആണ്. നമ്മൾ മഴയൊക്കെ പെയ്ത് കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ ചെയ്ത് പ്രസ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാകുന്നതാണ് ഈ അവസാദശില എന്ന് പറയുന്നത്. അതാണ് ഈ സംഭവം, ശരിക്കും സെഡിമെൻറ്റ് റോക്സ് ആണ്. ഇത് നമ്മുടെ പാറയുടെ അത്ര ഹാർഡൊന്നുമല്ല ഈ റോക്ക്. നമ്മുടെ ഏകദേശം നമ്മുടെ വെട്ടുകല്ലൊക്കെ അല്ലേ, ആ ഒരു ടൈപ്പാണിത്. നമുക്കിതിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ശരിക്കും അവിടെ അലൈൻ സിറ്റി മൊത്തം നമുക്ക് കാണാൻ സാധിക്കും. അത്രയും ഹൈറ്റ് ഉണ്ട്, മൗണ്ടൈൻ ഹൈറ്റ് ഉണ്ടെന്ന് പ്രത്യേകം പറഞ്ഞാലും അത്രയും ഹൈറ്റുള്ള ഭാഗത്തേക്കാണ് റോഡ് മുഴുവനായിട്ട് ഉണ്ടാക്കി വെച്ച് നമ്മൾ അതിൻ്റെ അറ്റത്തേക്ക് പോകുന്നത്. പിന്നെ UAE ഏറ്റവും ഹൈറ്റുള്ള പർവ്വതം നമ്മളിതാണെന്ന് കരുതും, പക്ഷേ ഇതല്ല, വേറൊരു പർവ്വതം ഉണ്ട്. അതിൻ്റെ പേര് എനിക്ക് ശരിക്കും ഓർമ്മയില്ല. ജബൽ അൽഖീസ് അങ്ങനെ എന്തോ ഒരു സംഭവമാണ് അതിൻ്റെ പേരെന്ന് തോന്നുന്നു. അതാണ് ഏറ്റവും ഹൈറ്റുള്ളത്, ഇതല്ല ഏറ്റവും ഹൈറ്റുള്ളത്. പക്ഷേ അങ്ങനെ നമ്മൾ പോകുന്നുണ്ട്. അത്യാവശ്യം ഒരു റിസ്ക് പിടിച്ച സംഭവമാണ്. ഒരു 50-60ഓളം വളവുകളുണ്ട്. അത്രയും പോയിട്ട് വേണം ഇതിൻ്റെ മുകളിലേക്ക് എത്താനായിട്ട്. 1980 ജർമ്മൻ കമ്പനിയാണ് ഇതിൻ്റെ ഈ റോഡും സംഭവങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടുന്നുണ്ട്, വാഷ്റൂം ഉണ്ട് അവിടെ. അതൊക്കെ ഇതിൻ്റെ ഇത്രയും ഹൈറ്റിൽ മുകളിൽ അതൊക്കെ ലഭിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളൊരു മൗണ്ടൈൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ പ്രതീക്ഷിച്ചതല്ല കേട്ടോ അവിടെ പോകുമ്പോൾ നമ്മൾ കാണുന്നത്. അതായത് നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് കാണുമ്പോൾ തോന്നും നമുക്ക് നിറയെ മണ്ണും അവിടെ എങ്ങനെയാണ് പോയി നിൽക്കുക എന്ന സംഭവം എന്നൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച സംഭവങ്ങളൊന്നുമല്ല അവിടെ.
പിന്നെ ഈ പോകുന്ന വഴിയിൽ ഇങ്ങനെ ചെറിയൊരു ബംഗ്ലായിട്ട് അവിടെ ഇങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് വേറെ സ്ഥലങ്ങളുണ്ട്. അവിടെ നിന്ന് നമ്മൾ വണ്ടി നിർത്തിയില്ല, നമ്മൾ നേരെ അങ്ങനെ വിട്ടു. കാരണം നമുക്ക് വൈകുന്നേരം അവിടെ എത്തി അവിടുത്തെ സൺസെറ്റ് കണ്ട് വേഗം തിരിച്ചു പോരണം. ഏകദേശം നമ്മൾ അവിടേക്ക് എത്താനായിട്ടുണ്ട് കേട്ടോ. നമ്മൾ രണ്ട് ഭാഗത്തുനിന്നല്ല, നമ്മുടെ മുന്നിലും 3 ഭാഗത്തായിട്ടും ഈ മലകൾ മാത്രമേ കാണാനുള്ളൂ. അവിടം വരെ അത്യാവശ്യം ഒന്ന് ഡ്രൈവ് ചെയ്യാനുണ്ട്. ഇത് കണ്ടോ, ശരിക്ക് പാറയാണ്, പക്ഷെ നമ്മുടെ പാറയുടെ അത്ര ഹാർഡില്ല. ഞാൻ നേരത്തെ പറഞ്ഞ വെട്ടുകല്ലിൻ്റെ സാമ്യമുള്ള സംഭവമാണ്. അങ്ങനെ ഏകദേശമൊക്കെ നമ്മൾ എത്താനായിട്ടുണ്ട്. ഇത് ഒരുപാട് ഞാൻ പോയപ്പോൾ ഞാനിത് എത്താനായില്ലേ എന്ന് ചോദിച്ചു. പിന്നെ നമ്മൾ കണ്ടോ ഇവിടെ വരെ എത്തിയിട്ടുണ്ട്, ഏകദേശം എത്തിയിട്ടുണ്ട്. പിന്നെ താഴെ നോക്കുമ്പോൾ പേടിയാവും, ഇത്രയും ദൂരം നമ്മളൊന്ന് പോകുന്നതെന്ന് കരുതും. ആ കാണുന്ന സംഭവം ഹോട്ടലോ അങ്ങനത്തെ സംഭവം താമസിക്കാനൊക്കെയുള്ള സംഭവം തോന്നുന്നുണ്ട്. പിന്നെ അവിടെ ചെറിയൊരു ഹോട്ടലുണ്ട് കേട്ടോ. എന്തെങ്കിലും ഭക്ഷണം വാങ്ങാനൊക്കെ ആയിട്ട് അത് മാത്രമേ ഉള്ളൂ അവിടെ, വേറെ ഒന്നുമില്ല. ജസ്റ്റ് ഈ മലകൾ മാത്രം. അങ്ങനെ നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് ഇവിടെ ഒരുപാട് ഇത്രയും പേര് അവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ഒരു വൈകുന്നേരം കാണാനായിട്ട് ഒരുപാട് പേര് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അത് കണ്ടോ, നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന റൂട്ടാണ് കേട്ടോ ഇത്. ഇവിടെ നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള കാഴ്ച. ഇത് കണ്ട ഈ ഒരു മലയാണ് ഇതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള മല എന്ന് പറയുന്നത്. ഒരുപാട് പേര് വന്നിട്ടുണ്ട്. പിന്നെ ആ ഒരു ഭാഗത്തായിട്ട് കുട്ടികൾക്ക് കളിക്കാൻ ചെറിയൊരു പാർക്ക് ഏരിയ ഉണ്ട്. പിന്നെ അവിടെ ഒരുപാട് ഇരിക്കാനുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇതിൻ്റെ താഴെയായിട്ട് അവിടെ ഇരിക്കുന്ന ഏരിയ ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് കുറച്ച് പാർക്കിങ്, വലുതായിട്ടില്ല, ചെറിയൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. അത് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്, പുറത്തേക്ക് വീഴൊന്നുമില്ല കുട്ടികൾ. പിന്നെ ഈ മലയുടെ നമ്മൾ അവിടെ നിൽക്കുന്ന ഭാഗം മൊത്തമായിട്ട് കവർ ചെയ്തിട്ടുണ്ട്, ആരും പുറത്തേക്ക് വീഴൊന്നുമില്ല. പിന്നെ വീഴണം എന്ന് വെച്ചിട്ട് വേണമെങ്കിൽ ആ ഗ്രില്ലിൻ്റെ ഇടയിലൂടെ പോയിട്ട് താഴേക്ക് വീഴാം. ചെറിയ കുട്ടികളൊക്കെ വരുമ്പോൾ അവർക്ക് കളിക്കാനായിട്ട്, കളിക്കാനൊക്കെ ആയിട്ട് ചെറിയൊരു ഭാഗം മാത്രം അവിടെ റൗണ്ട് ചെയ്ത് വേറെ ഭാഗമായിട്ട് വെച്ചിട്ടുണ്ട്. ഇവർ രണ്ടുപേരും അകത്തേക്ക് കയറി. അച്ഛൻ റിട്ടേൺ വന്നു, മറ്റവനെ അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് കയറി ഇങ്ങോട്ട് പോന്നു. അതുകൊണ്ട് അവർ അവിടെ ഇറങ്ങുന്നുണ്ട്. നമ്മളവിടെ എത്തി കുറച്ച് സമയം കഴിയണമായിരുന്നു അവിടെ സൺസെറ്റ് ആവാനായിട്ട്. കുറച്ചും കൂടി സമയം, ഒരു 6:30 അവിടെ, നമ്മൾ ഏകദേശം ഒരു 6 മണിയായപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വാഷ്റൂമിലേക്ക് പോയി. അത്ര വലിയ ക്ലീനൊന്നുമില്ല, കാരണം ഇത്രയും പേര് അവിടെ ഉപയോഗിക്കുന്നതല്ലേ. ഈ ഒരു മല കണ്ടപ്പോൾ നല്ല പരിചയമുള്ള ഒരു ചിത്രം, കാരണം നമ്മൾ സോഷ്യൽ ടെസ്റ്റിൽ നമ്മൾ പഠിച്ചിട്ടുള്ള സംഭവമാണല്ലോ, അതുകൊണ്ടായിരിക്കാം നല്ല കണ്ട പരിചയമായിട്ട് തോന്നി എനിക്ക്. ഞാൻ ഈ മല ഒരുപാട് നേരം നോക്കി നിന്നു കേട്ടോ. ഭയങ്കര രസമുണ്ട് അത് കാണാനായിട്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. കുറേ പേര് അതിന് താഴെ പോയി നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇത് കണ്ട ആളുകൾ കൂടി വരികയാണ് ഈ സമയമായപ്പോഴേക്കും. അങ്ങനെ നമ്മൾ താഴ്ന്നു. അങ്ങോട്ട് നോക്കുക, ആളുകൾ വരുന്ന ഒരു വരി, പോകുന്നവർ കുറച്ച് പേരേ ഉള്ളൂ, വരുന്നവരെ ക്യൂ ഉണ്ടോ, ഇത്രയും പേര് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട അതിൻ്റെ മുകളിലായിട്ട് അവിടെ ഒരു ഹോട്ടലിൽ എന്തോ സംഭവം ഉണ്ട്, അപ്പുറത്തൊരു വീടുണ്ട്. ഇത്രയും പേര് കണ്ടു വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. രാത്രിയാണ് കൂടുതൽ ഭംഗി കാണാനായിട്ട്. ചിലവർ രാത്രി ഇവിടെ നിൽക്കുന്നവരുണ്ടാവും, അറിയില്ല കേട്ടോ. താഴെ നിന്ന് നോക്കുമ്പോഴാണ് അത് കൂടുതൽ ഭംഗി. മുകളിൽ ഫുൾ ലൈറ്റായിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഒരുപാട് പേര് ഈ മലയും ഇതൊക്കെ ഫോട്ടോ, നമ്മളെപ്പോലെ തന്നെ, നമ്മളും മോശമല്ലല്ലോ, നമ്മളെപ്പോലെ എല്ലാവരും ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറേ പേര് മലയുടെ ഫോട്ടോ എടുക്കുന്നു, കുറേ പേര് സൺസെറ്റിൻ്റെ ഫോട്ടോ എടുക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് ഫോട്ടോ എടുക്കുന്നു. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എൻ്റെ ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനലിൽ, അതൊക്കെ പോയി ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു. ഒരുപാട് പേര് വരുന്നേ ഉള്ളൂ, പക്ഷെ നമ്മൾ തിരിച്ചു പോന്നു കേട്ടോ. നമ്മൾ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിൽക്കായിരുന്നു, കുറച്ച് വൈകി പോയാൽ മതിയായിരുന്നു. പക്ഷെ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ തിരിച്ചിങ്ങോട്ട് പോന്നു. അങ്ങനെ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. താങ്ക് യു.